അക്ഷരങ്ങൾക്ക് എന്ത് ഭംഗിയാണ് ജോൺ. അതിലെ ഓരോ അക്ഷരവും നീ മാത്രമായതുകൊണ്ടാണ് സാക്ഷി ഇത്രയേറെ ഭംഗി. ജോൺ, നിന്റെ ഈ സ്നേഹത്തിന് പകരം തരാൻ എൻ്റെ കയ്യിൽ. സാക്ഷി പറഞ്ഞ് പൂർത്തിയാക്കും മുൻപേ ജോൺ സാക്ഷിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സാക്ഷി, നിന്റെ ഹൃദയത്തിൽ എനിക്കൊരിടം തന്നില്ലേ, അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? സാക്ഷിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ജോൺ സാക്ഷിയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകിക്കൊണ്ട് പറഞ്ഞു, സാക്ഷി, ഇതെൻ്റെ സ്നേഹവും നിനക്ക് പകരം മറ്റൊരാളിൽ നിന്ന അടയാളപ്പെടുത്തലുമാണ്. സാക്ഷി ജോണിന്റെ നെഞ്ചിലെ ചൂടിലേക്ക് തല ചിരിച്ചു. മഴ ചാറുന്നുണ്ട്. ജോൺ, നീ എൻ്റെ ജീവിതത്തിലേക്ക് എപ്പോഴാണ് നിറയെ അക്ഷരങ്ങളുമായി വന്നതെന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം അറിയാം, നീ വന്നതിൽ പിന്നെയാണ് ഞാൻ മഴ നനഞ്ഞത്, നിലാവിനെ ചുംബിച്ചത്, രാത്രികളെ പ്രണയിച്ചത്. ഇപ്പോൾ ഈ മഴ പോലും എന്നോടുള്ള നിന്റെ പ്രണയമായി എനിക്ക് തോന്നുന്നുണ്ട് ജോൺ. എന്തേ, നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ സാക്ഷി. സാക്ഷി, ഈ ലോകത്ത് പ്രണയത്തേക്കാൾ മനോഹരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു തീരുവോളം മടുക്കാതെ കേൾക്കാൻ ഒരാളുണ്ടാവുക. അവർ പരസ്പരം ഇഷ്ടങ്ങളെ, സ്വപ്നങ്ങളെ, മഴയെ, നിലാവിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നു. പ്രണയത്തേക്കാൾ മനോഹരമായ മറ്റൊന്നും ഈ ഭൂമിയിലില്ലെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ജോൺ. ശരിയാണ്, നിനക്ക് പകരം മറ്റൊരാളില്ലെന്ന രണ്ടുപേരുടെ ഉള്ളിലെ തിരിച്ചറിവ്, അതല്ലേ പ്രണയം. ആ പ്രണയത്തെ ഞാൻ നിന്നിൽ അക്ഷരങ്ങളായി വരച്ചിടുന്നു സാക്ഷി. ജോൺ, മതിവരുവോളം എനിക്ക് മഴ നനയണം. നനഞ്ഞു കുതിർന്ന് ജോണിന്റെ നെഞ്ചിലെ ചൂടേറ്റ് തണുപ്പകറ്റണം. ഒരുതരം വട്ട് പ്രണയം. സാക്ഷിയുടെ സംസാരം കേട്ട് ജോൺ ചിരിച്ചു. സാക്ഷിയും ജോണും മതിവരുവോളം മഴ നനഞ്ഞ് കൈകോർത്ത് ചേർത്ത് പിടിച്ച് നിലാവിലേക്ക് നടന്നു നീങ്ങി. ഇപ്പോഴും അവിടെ മഴ തോർന്നിട്ടില്ല. എഴുതിയത് അത്രയും വായിച്ചു മടക്കി വെക്കുമ്പോൾ എഴുതാൻ മറന്നുപോയ ഒരു ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കി. സാക്ഷി, നിന്നിലേക്കെത്താൻ ഇനി എൻ്റെ അക്ഷരങ്ങൾക്ക് എത്ര ദൂരം? ഞാൻ ഫോൺ എടുത്തു നോക്കി. സമയം ഒരുപാടായി. രാത്രിയുടെ ഇരുണ്ട വെളിച്ചത്തിൽ ഇതൊന്നും അറിയാതെ സാക്ഷി ഉറങ്ങുകയായിരിക്കും.